Hello guys, welcome back to another video guys. It's me Masi. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ സ്റ്റുഡിയോന്റെ ഒരു അപ്ഗ്രഡേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോണതെന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ലൈറ്റും ട്രൈപോഡ് ഉൾപ്പെടെയുള്ള രണ്ടും കൂടെ ഒരു കോംബോ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ്. അപ്പൊ ഞാൻ അതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതല്ല, ഓഫ്ലൈൻ വഴി കടയിൽ പോയി വാങ്ങിച്ച സാധനമാണ്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കടേൻ്റെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ എന്തെങ്കിലും ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ബോക്സിലുള്ളതെന്ന് പറയുന്നത് ട്രൈപോഡാണ്. ട്രൈപോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെഗ്, ആ 3 ലെഗുള്ള ഒരു സ്റ്റാൻഡ്, അതാണ് ഈ ബോക്സിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് തുറക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വന്നത്. നല്ല രീതിയിലൊരു പാക്കിംഗ് ആണ് വന്നത്. പക്ഷേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതുകൊണ്ട് വണ്ടിയിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ചെറിയൊരു പാക്കിങ്ങിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ബ്ലാക്ക് കളർ സ്റ്റാൻഡാണ് വന്നേക്കണത്. മറ്റേ സ്റ്റുഡിയോ ലൈറ്റൊക്കെ വെക്കണ പോലത്തെ ഒരു സ്റ്റാൻഡാണ് ഈ ട്രൈപോഡിൻ്റെ ഒപ്പം വന്നേക്കണത്. അപ്പോൾ ഇവിടെ കുറേ നോബുകളൊക്കെ ഉണ്ട്. നമുക്ക് ലൂസാക്കി, അതിൽ ഈ കാണുന്ന നോബ് ലൂസാക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രൈപോഡിൻ്റെ അല്ല അടിയത്തെ 3 ലെഗ് വിടരണത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണില്ലേ, അതിന് ശേഷം നമ്മൾ ആ നോബ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് കാല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മേളിൽ 2 നോബുകളാണ്. ആ 2 നോബുകളാണ് നമുക്ക് പൊക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് പൊക്കി കാണിച്ചില്ല, കണ്ടില്ലേ? ഇതുപോലത്തെ ഒരെണ്ണം മേളിൽ ഒരു നോബ് ഉണ്ട്. ആ നോബും തിരിക്കുക, നമുക്ക് മേളിലേക്ക് ഇനിയും പൊക്കാം. അത്യാവശ്യം നല്ല പൊക്കം വരുന്നുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് തുറക്കാനുള്ളത് മറ്റേ റിംഗ് ലൈറ്റിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഫോണിൻ്റെ പ്ലക്കറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സാണ് റിംഗ് ലൈറ്റിൻ്റെ തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമുക്ക് ആ പാക്കറ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം. പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പോൾ അതേ പാക്ക് നമ്മൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ബോക്സിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ബോക്സിൻ്റെ അകത്തുണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ മൊബൈൽ പ്ലക്കർ ഉണ്ട് ഒരെണ്ണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടി ആ ഷോപ്പുകാരുടെ തന്നെ സാധനമാണ്. പിന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ ഒപ്പം നമുക്ക് മൊബൈൽ പ്ലഗ് ചെയ്ത് വെക്കാനുള്ളൊരു പ്ലക്കർ ഉണ്ട്. അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം, സ്ക്രൂ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതായിട്ട് വന്നത് ചെറിയൊരു നോബ് പോലത്തെ ഒരു സാധനമാണ്. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന റിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യണത് സ്റ്റാൻഡിൽ. അപ്പോൾ നമുക്ക് പാക്കറ്റിനകത്ത് നമ്മൾ റിംഗ് ലൈറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് വന്നേക്കണത്. പിന്നെ പ്ലാസ്റ്റിക്കാണ്, നമ്മപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. പിന്നെ നമുക്കൊരു ചെറിയൊരു പാക്കറ്റിൽ നോബ് വന്നിട്ടുണ്ട്. ഈ നോബ് വെച്ചിട്ടാണ് നമ്മൾ റിംഗ് ലൈറ്റ്, മൊബൈൽ പ്ലക്കർ എല്ലാം ആ ട്രൈപോഡിൽ കണക്ട് ചെയ്യണം. ഞാൻ കാണിച്ചില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതായത് നമുക്ക് ആ ട്രൈപോഡിൽ ആ നോബ് ആദ്യം നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതായത് ആ പാക്കറ്റിൽ നമുക്ക് നോബ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഈ സാധനത്തിലൊരു ചെറിയ നോബ് നമുക്ക് തിരിക്കണത് കാണാൻ പറ്റും, ടൈറ്റ് ആക്കണത് ലൂസാക്കണതുമാണത്. അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കി കൊടുക്കാം. ആദ്യം ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് മേളുള്ളത് ഇങ്ങനെ തിരിയണതും താഴണതൊക്കെ നമുക്ക് കാണാം, കണ്ടില്ലേ? ഇതുപോലെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെക്കണത്, നമ്മൾ ട്രൈപോഡിൽ വെക്കണത്. അപ്പോൾ നമുക്ക് ആ നോബ് ഒന്ന് ലൂസാക്കിയിട്ട് ആ ട്രൈപോഡിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, അധികം പണിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നോബിൻ്റെ മേളിൽ കാണുന്ന സ്ക്രൂ ഉള്ള ഭാഗത്താണ് നമ്മൾ ഈ റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോണത്. റിംഗ് ലൈറ്റിൻ്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു ഭാഗം കാണാം, ഈ നോബിൽ കണക്ട് ചെയ്യാനുള്ള ഭാഗം. നമുക്ക് ഈ റിംഗ് ലൈറ്റ് വെക്കണില്ലെങ്കിൽ വെറുതെ ട്രൈപോഡ് മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ പ്ലക്കർ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് വെറുതെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കൂടെ ഉൾപ്പെടെ വേണമെങ്കിൽ ലൈറ്റ് ആദ്യം കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മൊബൈൽ പ്ലക്കർ വെച്ച പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിൽ അതിനായിട്ടുള്ളൊരു ചെറിയൊരു ഭാഗമുണ്ട്, സോക്കറ്റ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം.
വീഡിയോയിലാണ് നല്ലോണം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് പൊട്ടിപ്പോവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി ആ വയറൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ വയറിൻ്റെ നീളം ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നീളമുണ്ട്. 1 മീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നണം കണ്ടിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒപ്പം തന്നെ റിമോട്ടിൽ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ലൈറ്റ് 3 തരം ലൈറ്റ് ഉണ്ട്. ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു ബട്ടനും ഉണ്ട് നമുക്ക്. ഇതൊക്കെയാണ് ഈ റിമോട്ടിൽ വന്നത്. പിന്നെ റിമോട്ടിൻ്റെ ആ വയറിൻ്റെ എൻഡിൽ വന്നത് USB ആണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അടുത്ത ആ ബോക്സിൽ അടുത്ത് വന്നത് ഇങ്ങനത്തെ ഒരു മൊബൈൽ കണക്റ്ററാണ്. അത് നമുക്ക് ഈ റിംഗ് ലൈറ്റ് വെക്കണമെങ്കിൽ മൊബൈൽ വെക്കാനുള്ളൊരു പ്ലക്കറാണ്. അല്ലെങ്കിൽ റിംഗ് ലൈറ്റ് വെക്കാണ്ട് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള പ്ലക്കറാണ് നേരത്തെ കാണിച്ചത്. ഇതിൽ നമുക്ക് റിംഗ് ലൈറ്റ് വെക്കണം, അതിൻ്റെ ഒപ്പം മൊബൈൽ പ്ലക്കറും വെക്കാനുള്ള മൊബൈലും കൂടെ വെക്കാനുള്ളൊരു പ്ലക്കറാണിത്. നമുക്കിത് അവിടെ ഒരു ചെറിയൊരു ഭാഗം കാണാം, സോക്കറ്റ് പോലെ. അവിടെയൊക്കെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അധികം പണിയൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് സ്ക്രൂ ചെയ്ത് ഇങ്ങനത്തെ തിരിച്ച് വെച്ച് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും. നമുക്ക് അത്യാവശ്യം എങ്ങനത്തെ രീതിയിലാണ്, ലാൻഡ്സ്കേപ്പാണ് ഹൊറിസോണ്ടലാണോ നോക്കിയിട്ട് നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ മൊബൈൽ ഞാൻ കറക്റ്റിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും നമ്മൾ മൊബൈലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. പിന്നെ ആ വയറിൻ്റെ എൻഡിലാണെങ്കിൽ നമുക്കൊരു USB ആണ് കിട്ടണത്. നമുക്ക് ഈ USB ആണെങ്കിൽ പവർ ബാങ്കിൽ കുത്താം, ഇല്ലെങ്കിൽ നമുക്കൊരു അഡാപ്റ്റർ എടുത്തിട്ട് അഡാപ്റ്ററിൽ കുത്തിയിട്ട്, നോർമൽ അഡാപ്റ്ററാണ്. അപ്പോൾ ഈ അഡാപ്റ്ററിൽ കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷനിലോ 3 പിന്നിലോ എന്തെങ്കിലും കുത്തി. അപ്പോൾ ഇതിന് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അഡാപ്റ്റർ ഒന്ന് കുത്തി ഓണാക്കി നോക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിമോട്ടിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ആ ഓൺ ഓഫ് ബട്ടണിൽ നമുക്ക് ഓഫായി കിടക്കുന്നതായിരിക്കും ഇപ്പോൾ, അതുകൊണ്ടാണ് കത്താത്തത്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ആക്കി കൊടുക്കാം. നീല കത്തനോടുത്ത് ഒന്ന് നെക്കി കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ നമുക്കൊന്ന് ഓൺ ആക്കാം. ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു വാമും വൈറ്റ് ലൈറ്റും കൂടെ കൂടിയിട്ടുള്ള ലൈറ്റാണ്. ഇതാണ് വാം ലൈറ്റ്, പിന്നെ ഒരു വൈറ്റ് ലൈറ്റും. ഇങ്ങനത്തെ 3 കോമ്പിനേഷനാണ് നമുക്ക് ഈ റിംഗ് ലൈറ്റിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഈ ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ടിക്ടോക്ക് പോലത്തെ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ, ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രൈപോഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റുഡിയോയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രൈപോഡ് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഉപകാരങ്ങളുള്ള ട്രൈപോഡാണിത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതേ ഈ ട്രൈപോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് താഴേന്ന് സീലിംഗ് വരെ ഉണ്ട്. ഞങ്ങളുടെ കട്ടലിൻ്റെ മേളിലാണ് ഞാൻ വെച്ചേക്കണത്. കട്ടലിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ സീലിംഗ് വരെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പൊക്കം മഞ്ഞുണ്ട് ഈ ട്രൈപോഡിന്. അത്യാവശ്യം നല്ലൊരു പൊക്കം മഞ്ഞ്. നമ്മുടെ ഇനി മുതലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഇപ്പോൾ അതിൻ്റെ ട്രൈപോഡാണ്. ഞങ്ങളിപ്പോൾ ലൈറ്റ് ഓൺ ആക്കി കാണിച്ചത്. ലൈറ്റ് ഓൺ ആക്കാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു റിമോട്ട് ഇതിൻ്റെ ഇപ്പോൾ മഞ്ഞുണ്ട്. ആ റിമോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അതേ ഓണാക്കാൻ പോണതാണ്. ഇപ്പോൾ അതേ ഓണാക്കുമ്പോൾ കുറച്ച് വെളിച്ചം, ഒരു വാം ലൈറ്റിൻ്റെ വെളിച്ചമാണ് ഞാൻ ഇപ്പോൾ ഇതാക്കിയേക്കണം. നമുക്കിത് 3 തരം ലൈറ്റാണ് കിട്ടുന്നത് ഇതിൻ്റെ ഒപ്പം. ഇപ്പോൾ ഇത് പറഞ്ഞാൽ വാം ലൈറ്റ്, പിന്നെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ നോർമൽ LED ബൾബിൽ നിന്നൊക്കെ വന്ന പോലത്തെ ഒരു ലൈറ്റാണിത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് രണ്ടും കൂടി കൂടിയിട്ടുള്ളത് വാം ലൈറ്റും LED ബൾബിനും കൂടെ വൈറ്റ് ലൈറ്റും കൂടെ കൂടിയിട്ടുള്ളൊരു വെളിച്ചമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ബ്രൈറ്റ്നസ് കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കൂട്ടാം. അങ്ങനത്തെ കുറേ ഓപ്ഷനുകൾ നമുക്ക് ഈ റിമോട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ അത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ടിൽ ദെൻ ഗുഡ് ബൈ.